നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിക്കൂറുകൾക്കുള്ളിൽ തൃശ്ശൂരിലെത്തുന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു കാണും. കേരളത്തിലെ രണ്ടാമത്തെ ഇലക്ഷൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തുന്നത്. പാലക്കാടും തൃശ്ശൂരുമാണ് അദ്ദേഹം എത്തുന്നത്. മാത്രമല്ല, തൃശ്ശൂരിൽ അദ്ദേഹം റോഡ് ഷോയുമായിട്ടാണ് ഇത്തവണയും എത്തുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിൽ അതിനായിട്ടുള്ള ഗതാഗത ക്രമീകരണങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4 മണിയോടുകൂടി പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തും. അത് കഴിഞ്ഞൊരു 6 മണി വരെയോളം, ഇന്ന് രാവിലെ 11 മണി മുതൽ 6 മണി വരെയോളം തൃശ്ശൂരിൽ ശക്തമായ ഗതാഗത ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 1,00,000-ഓളം പേർ അല്ലെങ്കിൽ അതിന് മുകളിൽ പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ പൊരിവെയിലത്തും തൃശ്ശൂർ നഗരത്തിലേക്ക് ഇത്രയും ജനങ്ങൾ എത്തുമ്പോൾ അവരെ നിർത്താനുള്ള, അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇരുവശവും ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട്. എത്ര ജനങ്ങൾ വന്നാലും റോഡിലേക്ക് ജനങ്ങളുടെ ഒരു തള്ള് അല്ലെങ്കിൽ ആ ഒരു ഇടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് റോഡിന് ഇരുവശവും ബാരിക്കേഡ് കെട്ടി കൃത്യമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. നഗരത്തിൽ വൻ പോലീസ് സന്നാഹം തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. റൗണ്ടിലേക്ക് ഉച്ച മുതൽ പ്രവേശനമുണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നഗരത്തിലെത്തുന്നവർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് പുറം സൈഡിലേക്കാണ്, അതായത് നഗരത്തിന് ഔട്ടർ ഏരിയയിലേക്കാണ് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും റൗണ്ടിലേക്ക് കടക്കാൻ, വാഹനങ്ങൾ കൊണ്ട് കടക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രി വന്നുപോയി ഏകദേശം 6 മണി വരെയും ഈ ഗതാഗത ക്രമീകരണങ്ങൾ ഇതേ രീതിയിൽ തന്നെയായിരിക്കും തുടരുക എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ടൗണിലെത്തുന്നവർ അതെല്ലാം പാലിച്ച്, ഗതാഗത ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. പോലീസിൻ്റെ വലിയ സന്നാഹം തന്നെ ഗതാഗതങ്ങൾ ക്രമീകരിക്കാനും അതുപോലെ പൊതുജനങ്ങളോട് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാനുമൊക്കെയായി നഗരത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്.